യമൻ തീരത്ത് നിന്ന് എണ്ണക്കപ്പൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തതായി യമൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. മേഖലയിൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണം വീണ്ടും ശക്തമാകുന്നതിന്റെ സൂചനയായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. വെള്ളിയാഴ്ച യമനിലെ ഹളറമൌത്ത് പ്രവിശ്യയിൽ നിന്ന് ഏകദേശം 26 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അസാന എന്ന ടാങ്കർ കപ്പൽ കൊള്ളക്കാർ പിടിച്ചെടുത്തത്. യമനിലെ മുഗുല്ല തുറമുഖത്തിന് 65 നോട്ടിക്കൽ മൈൽ തെക്കുമാറി അനധികൃതമായ ആളുകൾ കപ്പലിൽ കയറിയതായി ബ്രിട്ടന്റെ മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയായ UKMTO സ്ഥിരീകരിച്ചു. മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കപ്പൽ പതുക്കെ തെക്കുകിഴക്കൻ ദിശയിലേക്ക് സാംലിയൻ തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നതായി പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര മാരിടൈം ഏജൻസികളുമായി സഹകരിച്ച് കപ്പലിന്റെ നീക്കങ്ങൾ യമൻ നിരീക്ഷിച്ചു വരികയാണ്. യമൻ കോസ്റ്റ് ഗാർഡ് ബോട്ടുകളും എയർക്രാഫ്റ്റുകളും മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു പതിറ്റാണ്ടോളമായി ശാന്തമായിരുന്ന സൊമാലിയൻ തീരങ്ങളിൽ ഈ വർഷം ഏപ്രിൽ മുതൽ കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യം വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് നാവികസേനയുടെ കണക്കനുസരിച്ച് ഏപ്രിൽ മാസത്തിനു ശേഷം 18ഓളം കടൽക്കൊള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെങ്കടലിലും ഹോർമൂസ് കടലിടുക്കിലും നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കാരണം നാവികസേനയുടെ ശ്രദ്ധ മാറിയതും കപ്പൽ പാതകൾ സൊമാലിയൻ തീരത്തോട് കൂടുതൽ ചേർന്ന് തിരിച്ചുവിട്ടതുമാണ് കടൽ കൊള്ളക്കാർക്ക് വീണ്ടും അവസരമൊരുക്കിയതെന്നാണ് വിലയിരുത്തൽ. ലോകത്തെ പ്രധാന വ്യാപാര പാതകളിലൊന്നായ ഏദൻ ഉൾക്കടലിലാണ് സംഭവം നടന്നത്.